ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 2024 നടന്ന 10ാം തരം പ്രാഥമിക പരീക്ഷ ഒന്നാം ഘട്ടത്തിലെ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. അതിലൊരു ചോദ്യമായിരുന്നു 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ സ്വദേശിയാണ് ഹാൻഖാൻ. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയും ഹാൻഖാൻ ആണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിനാണ് ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പൊ അതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഈ 2020 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് 16ാം ഉച്ചകോടിയാണ് കസാനിലാണ് നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്, ചൈനയല്ല റഷ്യയിലാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യ. ബ്രിക്സ് ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി അല്ല ഷാങ്ഹായ് ചൈന. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്, ശരി ഉത്തരമാണ്. അപ്പൊ അതിന്റെ ഉത്തരമായി വരുന്നത് ഡി ആണ്. അടുത്ത ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ചെയ്ത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് D വിനയചന്ദ്രൻ അല്ല PN ഗോപികൃഷ്ണനാണ്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യമാണ് നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ് ആണ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ S സോമനാഥും ഭുവനേശ്വരിയാണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് ഇവിടെ റഷ്യയാണ്. 16ാമത് ബ്രിക്സ് സമ്മേളനമാണ് നടന്നത്. 2024 തിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാടും ചേലക്കരയുമാണ്. പാലക്കാടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയായപ്പോൾ UR പ്രദീപും വിജയിച്ചു.